പക്ഷെ ആദ്യത്തെ പാർട്ടും ട്രൂ ആണ്, സെക്കൻഡ് പാർട്ടും ട്രൂ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ജ്വല്ലറിയിലേക്ക് പോകുന്നു, എന്നിട്ട് മോതിരം വിൽക്കുന്നു. നാളെ ഫീസ് കൊടുക്കണ്ടേ? എവിടെ പൈസ വരുന്ന വിചാരം? നഖം പറ്റിയിട്ടില്ല അല്ലേ? കടിച്ചിട്ട് ഞാൻ. അയ്യോ, എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അടിയങ്ങൾ തന്നിട്ടുണ്ടല്ലോ. നോക്ക്, ഞങ്ങൾ ലിപ്സ്റ്റിക് ഇട്ടിട്ട് കിസ്സൊക്കെ ചെയ്തു. ആലോചിച്ച് കരയാനുള്ളതൊക്കെ കരഞ്ഞ് തീർത്ത് ആ യാത്രയിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ടാവും. എനിക്ക് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു ഫാക്ട്. പിന്നെ എന്നെ പഠിച്ച തമ്പുരാനും. നമ്മൾ കൂടുതൽ ആരിൽ പ്രതീക്ഷ വയ്ക്കുന്നു അവരെ വെച്ച് പഠിച്ചോൻ നമ്മളെ പരീക്ഷിക്കുന്നതാണ്. പഠിച്ചോൻ ഈ അവസാനം ഉണ്ടായ കുട്ടി കൂടെ ഉണ്ടാവും അല്ലേ? അമ്മേൻ്റെ കൂടെ ഉണ്ടാവാ. ഹലോ, ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലായിട്ടുള്ള കുറേ ദിവസമായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു ദിവസമാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ റനക്കുട്ടി എന്നെ വിട്ട്, നമ്മുടെ ഈ വീടിനെ വിട്ട് പോവാണ് ഹയർ സ്റ്റഡീസിൻ്റെ ആവശ്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട്. അവൾക്ക് ഇന്നാണ് +2ൻ്റെ എക്സാം തീരുന്ന ദിവസം. ആൾ ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല. ഞാൻ ഇത്ര ദിവസമൊക്കെ നമ്മൾ തമാശയോടെ അങ്ങനെ സംസാരിക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു സീരിയസ്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ ഭാവി നന്നാവാനെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വെയിറ്റ് ചെയ്തൊരു ദിവസങ്ങളായിരുന്നു. പക്ഷേ ഇന്ന് പെട്ടെന്ന് അമ്മ ഇങ്ങനെ വിളിച്ചു, റന വന്നോ എന്ന് ചോദിച്ചില്ല, എക്സാമിന് പോയിരിക്കുകയാണ്, നാളെ അവളെ കൊണ്ടുവിടാനായിട്ട് പോകണം. അപ്പോൾ പെട്ടെന്ന് അത് പറഞ്ഞപ്പോൾ അമ്മ എന്തോ പറഞ്ഞ്, ഇനിയിപ്പോൾ ആ ഒരു തണലും കൂടെ നിനക്ക് ഇല്ലാണ്ടായില്ലേ എന്തോ പറഞ്ഞതും ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൺട്രോള് പോയി. ഞാൻ ലിറ്ററലി ഭയങ്കര കരച്ചിൽ തുടങ്ങി. പിന്നെ ഞാൻ എന്തെങ്കിലും സംസാരിച്ചാൽ ഞാൻ കരയാണ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അമ്മക്ക് സങ്കടമാവും എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വേഗം ഫോണ് കട്ട് ചെയ്ത്. ഞാൻ അപ്പോഴാണ് ഇങ്ങനെ മനസ്സിലാക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 17 വർഷവും എൻ്റെ ശരിക്കും എന്തൊക്കെയോ ആയിട്ട് എൻ്റെ റനക്കുട്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ലാസ്റ്റ് ടൈമിൽ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇപ്പോൾ വീഡിയോസിൻ്റെ കാര്യത്തിനാണെങ്കിലും സ്ക്രിപ്റ്റ് റെഡിയാക്കുന്നത്, നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊമോഷൻ വീഡിയോ കാണും, ജസ്റ്റ് ഒരു വീഡിയോ എന്ന് തോന്നിപ്പോകും. പക്ഷേ അതിൻ്റെ പുറകിൽ കുറേ വർക്കുകൾ കഴിഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ വരുന്നത്. ഏജൻസിയായിട്ട് സംസാരിക്കലും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ അത് അവർ അപ്രൂവലാക്കി. ഇതിൻ്റെ കാര്യത്തിനൊക്കെ തന്നെ എനിക്കൊരു ഭയങ്കര സപ്പോർട്ടായിട്ട് അവൾ നിന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തളരുമ്പോൾ എനിക്ക് പറയേണ്ട ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ പുറകെ നിന്ന് പറഞ്ഞ് വീഡിയോ എടുപ്പിച്ച് ഒരു ചെറിയ കുട്ടീനെ ഇങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ടുവരൂലേ, അതുപോലെ എൻ്റെ കൂടെ എൻ്റെ കുട്ടി അതാ വരുന്ന, 1 മിനിറ്റ് ഷൂട്ട് ചെയ്യാണ് കേട്ടോ, എൻ്റെ കുട്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു സെക്കൻഡ് ബേബി കരയണം, വിളിച്ചിട്ടല്ല. എന്താണ് ഷൂട്ട് ചെയ്യുമ്പോൾ ഇടങ്ങറ, ബാ വേം വാ, ഫാൻ വേണ്ട, നമ്മൾ സംസാരിക്കല്ലേ അപ്പം ആ സൗണ്ട് കേൾക്കൂല. അപ്പോൾ ബേബിക്ക് എവിടെ ക്യാമറയിൽ നമ്മളെ കാണാനില്ല. അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞോ? എൻ്റെ ബാക്കിൽ ക്യാമറയും തിരിഞ്ഞതാ. അങ്ങനെ അതായത് ഷൂട്ട് ചെയ്യാനിപ്പോൾ റനക്കുട്ടി ഇല്ല എന്നുള്ള വിഷമമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. അങ്ങനെ ഓരോ കാര്യത്തിനും എനിക്ക് അത്രയും വലിയൊരു പില്ലറായിട്ട് അവൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവൾ ഇല്ലാതാവുകയാണ്. അവൾ കുറച്ച് ദിവസം നമ്മുടെ കൂടെ ഇനി ഉണ്ടാവില്ല, അവളുടെ ഭാവിക്ക് വേണ്ടി പോവാണെന്നൊക്കെ ആലോചിച്ചു. നന്നാവട്ടെ, അവൾ നന്നാവണം. എപ്പോഴും എൻ്റെ കുട്ടി പറയുന്നത്, ഇവളുടെ കാര്യമൊക്കെ പഠനത്തിൻ്റെ കാര്യമൊക്കെ ആകുമ്പോഴേക്കും അമ്മയ്ക്ക് ഞാനുണ്ടാവും, ബേബീൻ്റെ എഡ്യൂക്കേഷനൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് നല്ലൊരു വരുമാനം കാര്യങ്ങൾ വരുമ്പോൾ അവളെ ഞാൻ നോക്കിക്കോളാന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബട്ട് എങ്കിലും അങ്ങനെ പറയാൻ നമുക്കൊരു സപ്പോർട്ടിന് ഒരാളുണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ. ഞാൻ കല്യാണമൊന്നും കഴിക്കില്ല അമ്മി, എനിക്ക് എൻ്റെ ഈ മക്കൾ മതി എന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ നാളെ റനക്കുട്ടി പോവാണ്. മലപ്പുറത്തൊരു ക്ലാസ്സിലേക്കാണ് പോണത്. നീറ്റിൻ്റെ ഇതിനും വേണ്ടിയിട്ട് 1 മാസം അവിടെ താമസിച്ച് പഠിക്കാൻ പോവാണ്. അത് കഴിഞ്ഞതും
അവളുടെ മെഡിക്കൽ സീറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവൾ പിന്നെ എന്തായാലും വീട്ടിലുണ്ടാവില്ല, പുറത്തായിരിക്കും പഠിക്കാൻ പോകുന്നത് അല്ലേ? ദീദി പോയ ദീദിനെ മിസ് ചെയ്യോ? എങ്ങനെ മിസ് ചെയ്യും? ദീദി വരുമ്പോഴാണോ മിസ് ചെയ്യുന്നത്? ഇവരിനെല്ലാം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണത് എൻ്റെ റനക്കുട്ടിയാണ് കേട്ടോ. പലപ്പോഴും പലതും എനിക്ക് മനസ്സിലാക്കി തന്നതുപോലും, എനിക്ക് എന്താണ് സംഭവിക്കുന്നത് പോലും അറിയാതെ ഞാനിങ്ങനെ പൊട്ടിക്കരഞ്ഞിരുന്ന ദിവസങ്ങളിൽ ശരിക്കും എനിക്ക് സംഭവിക്കണം എന്താണെന്ന് പോലും എന്നെ മനസ്സിലാക്കി തന്നത് എൻ്റെ കുട്ടിയാണ്. അപ്പോൾ ഇപ്പോൾ അവൾക്ക് നാളേക്ക് പോകാനും വേണ്ടിയിട്ട് കുറച്ച് എന്തെങ്കിലും ഡ്രസ്സുകൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് കുർത്തീസ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തെടുത്ത് തന്നാൽ മതിയോ എന്ന് ചോദിച്ചു. അതാകുമ്പോൾ ഹോൾസെയിൽ എങ്ങനെയെങ്കിലും എടുത്ത് എങ്ങനെയെങ്കിലും ഒപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ അങ്ങനെ കുർത്തി ഇടുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ, ഗേൾസ് ക്യാമ്പസ് തന്നെയല്ലേ, എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല. അവൾ ഒരുപാട് ഡ്രസ്സൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട്, അവൾക്ക് എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഡ്രസ്സൊന്നും എടുത്തിട്ടൊക്കെ കാലം കുറേ ആയി. അപ്പോൾ എനിക്കിപ്പോൾ തോന്നി ശരിക്കും എന്തെങ്കിലുമൊക്കെ കുറച്ച് ഡ്രസ്സ് എടുക്കണം എന്ന്. അവൾക്ക് അറിയില്ല ഞാൻ ഈ ഇൻട്രോ കാര്യങ്ങളൊന്നും എടുക്കുന്നത്. നാളെ അവളെ കൊണ്ടുവിടാൻ അവൾ എന്നെ വരണ്ടെന്നാണ് പറഞ്ഞത്. കാരണം ഞാൻ തിരിച്ചു വരുമ്പോൾ ഒറ്റയ്ക്ക് അമ്മിനെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റൂല. ഞാൻ പറഞ്ഞു എന്നെ ഒരു മോളെ പോലെയാണ് അവൾ നോക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിന്നെ എനിക്ക് ഒറ്റയ്ക്ക് വിടാനും പറ്റൂല. അപ്പോൾ അവൾ പറഞ്ഞു അത് ഞാൻ നോക്കിക്കോളും, പക്ഷെ അമ്മിനെ തിരിച്ച് എനിക്ക് എന്തായാലും ഒറ്റയ്ക്ക് വിടാൻ പറ്റൂല, അവൾ ബസ്സിൽ പോയിക്കോളാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്തായാലും ഞാനും സമ്മതിക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ അവളും സമ്മതിക്കൂല എന്ന് പറഞ്ഞു. ഇപ്പം എന്തായാലും പുറത്ത് പോയിട്ട് അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. പിന്നെ നാളേക്ക് ഫീസ് കൊടുക്കാനുള്ളൊരു സംഭവം കൂടെ ചെയ്യണം. അപ്പോൾ പൊതുവെ ഞാൻ എന്താ പറയുക, ഗോൾഡ് അല്ലാത്ത സാധനങ്ങൾ ഞാൻ വെയർ ചെയ്യാറില്ല, വാങ്ങാറില്ല, വാങ്ങി അങ്ങനെ പൈസ കളയാറില്ല. ഇല്ലാത്ത സമയത്ത് ഇല്ലാത്ത പോലെ കമ്മൽ പോലും ഇല്ലാതെയും ഞാൻ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ കല്യാണത്തിന് വാങ്ങിയ ഗോൾഡൊക്കെ നമുക്ക് ഷോപ്പ് എടുക്കാനും മറ്റുമൊക്കെ വാങ്ങി എല്ലാം കൊടുത്തിട്ടും ഒന്നുമില്ലാതെയും ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ഉണ്ടാവുമ്പോൾ നമുക്ക് ഗോൾഡ് വാങ്ങാം. കാരണം ഗോൾഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു അസറ്റ് പോലെയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് അസറ്റുകൾ നമ്മൾ സൂക്ഷിച്ച് വെച്ചതുകൊണ്ട് ഇനിയിപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഊരാം. ഇന്നത്തെ ദിവസം ഇത് ഊരാമെന്ന് വിചാരിക്കുന്നു. അവൾക്ക് ഫീസ് കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ആർക്കും പോയിട്ട് നമുക്ക് ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ, ഇനിയിപ്പോൾ ചോദിച്ചാൽ കിട്ടൂലല്ലോ. ഞാൻ പുറത്തുനിന്ന് അങ്ങനെ ആരുടെ അടുത്തൊന്നും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആരെയും ബുദ്ധിമുട്ടിക്കാറൊന്നുമില്ല. അപ്പോൾ പിന്നെ ഒന്ന് ജ്വല്ലറിക്ക് പോയിട്ട് ഇതൊന്ന് വിറ്റ് പിന്നെ കുറച്ച് പൈസയൊക്കെ റെഡിയാക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. മിക്കവാറും നാളെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാനും എൻ്റെ കുട്ടിയും കൂടെ അവളുടെ പുതിയ ക്യാമ്പസിലേക്ക് പോവുമായിരിക്കും. ഇനി എന്തൊക്കെ സംഭവിക്കും ഒന്നും അറിയില്ല അല്ലേ. ഒരുപാട് നേരം പിന്നെ ഫോണിൽ സംസാരിക്കാനോ ഒന്നും അവളുടെ അടുത്ത് പറ്റില്ല. കുറച്ച് സമയം മാത്രമേ വീട്ടിൽ സംസാരിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ശരി, ബാക്കി റൺകുട്ടി വന്നിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. നമ്മുടെ താരം എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി രൂപത്തിൽ കോലത്തിലാണല്ലോ വന്നിരിക്കുന്നത്. നോക്ക് നോക്ക് ഞങ്ങൾ ലിപ്സ്റ്റിക് ഇട്ടിട്ട് കിസ്സൊക്കെ ചെയ്തു. വിൽ നെവർ ഫോർഗെറ്റ് യു ദി സ്റ്റൈലിസ്റ്റ് വന്നോ. ഫുള്ള് ഡ്രസ്സ് ഫുള്ളും ഉമ്മ വയ്ക്കലും ഹാർട്ടും എന്തൊക്കെയോ എഴുതിയുണ്ട്. ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ, അതിൻ്റെ ഇത് കാണുന്നുണ്ട്. മെമ്മറബിൾ. അപ്പോൾ റനക്കുട്ടി എത്തി, ആളാകെ ടയേർഡാണ്. സോ ഞങ്ങളിപ്പോൾ അമ്മ എനിക്ക് ഇപ്പം തന്നെ അമ്മീനെ മിസ് ചെയ്യാൻ തുടങ്ങി. അമ്മി ഞാൻ വീടെത്തണം, അയ്യോ എൻ്റെ അമ്മീനെ എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഹെഡ്ഫോൺസ് മേടിച്ചു തരുമോ? എൻ്റെ കണ്ണൊക്കെ ഹെഡ്ഫോൺസ് വാങ്ങി തരുമെന്ന് ഇഷ്ടം. പക്ഷെ ആദ്യത്തെ പാർട്ടും ട്രൂ ആണ്, സെക്കൻഡ് പാർട്ടും ട്രൂ ആണ്. ഹെഡ്ഫോൺസ് ഇന്നലെ തൊട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് പറഞ്ഞാണ് അവിടെ നോയിസ് ക്യാൻസലേഷൻ ഹെഡ്ഫോൺസ് കൊണ്ടുവരാൻ. അവിടെ ടാബ് കൊടുക്കും, ഇതൊന്ന് പകുതി കൂടി പുറത്ത് ടാബ് കൊടുക്കും. അപ്പോൾ ഹെഡ്ഫോൺ മാത്രം കൊണ്ടുവരണം. ഈ ഫോൺ ഇനി യൂസ് ചെയ്യാൻ പറ്റൂല, സാധാ കീപാഡ് ഫോൺ മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലായിരിക്കും ഇനി നമ്മുടെ റനക്കുട്ടീനെ വല്ലപ്പോഴൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചേരം മിണ്ടാണ്ടിരിക്കോ, എല്ലാ ഫ്രണ്ട്സ് ഒക്കെ ഇനി വിധിച്ചിട്ടുണ്ടെങ്കിൽ കാണാന്നൊക്കെ. അവിടുത്തെ ഏത് കോലത്തിലാ തിരിച്ചു വരുന്നത്, ജീവനോടെ വന്നാൽ മതി എന്നൊക്കെയാ പറഞ്ഞത്. അപ്പോൾ റനക്കുട്ടി നന്നായി പഠിച്ച് നീറ്റ് ക്വാളിഫൈ ആവും, റാങ്ക് ലിസ്റ്റിൽ കയറും എന്നുള്ള പ്രതീക്ഷയൊന്നും ഞാനും വെക്കണില്ല. അവൾക്ക് കൂടുതൽ പ്രഷറൊന്നും ഞാൻ കൊടുക്കൂല. കാരണം ഓരോരുത്തർ റിപ്പീറ്റ് ചെയ്തിട്ടും
ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെയാണല്ലോ ഓരോരുത്തർ 2 വർഷം ഒക്കെ പഠിച്ചിട്ടാണല്ലോ വരുന്നത്. അപ്പം അതൊന്നും ഞാൻ പറയൂല. പക്ഷേ ഒന്ന് ക്വാളിഫൈ മാക്സിമം ഞാൻ കൊടുക്കും, അത്രേ ഉള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ റനക്ക് എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുമ്പോൾ റന കൂടുതൽ പഠിക്കും അല്ലേ? എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ ഈ പഠിക്കാൻ പറയുന്ന ഒന്നും തന്നെ. ഞാൻ പഠിക്കുന്നത് മൊത്തം എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അല്ല, അവൾക്ക് വേണ്ടി, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അടിയങ്ങൾ തന്നിട്ടുണ്ടല്ലോ അവളുടെ ഭാവിക്ക് വേണ്ടി മാത്രം അല്ല റനക്കുട്ടി എന്ന് പറയാം. ഇൻഷാ അല്ലാ അല്ലേ? ഞങ്ങളപ്പം മെല്ലെ ഷോപ്പിങ്ങിനൊക്കെ പോട്ടെ. ഇനിയിപ്പോൾ ഫീസ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. റനക്കുട്ടിക്ക് ഡ്രസ്സ് കുർത്തി എടുക്കാല്ലേ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സമ്മതിക്കൂല ആള്. ബ്രോ ഷർട്ടും പാൻറ്റും ഉണ്ടല്ലോ, ലൈക്ക് നമ്മൾ ആരും കാണിക്കാനല്ലല്ലോ ഇത് ഇടുന്നത്. ഞാൻ ഹോസ്റ്റലിൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഇരുന്ന് പഠിക്കാൻ. ആരെങ്കിലും വന്ന് പറയും പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളെ ശപിച്ചിരിക്കുന്നു. വസ്ത്രമല്ല, ആക്ച്വലി പുരുഷനാണോ സ്ത്രീയാണോ തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഇപ്പോൾ വേഷങ്ങൾ കെട്ടിയിട്ട് ആൾക്കാർ ഇറങ്ങുന്നുണ്ടല്ലോ, അവരെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. കുറച്ച് ഇറക്കമുള്ള വസ്ത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കംഫർട്ടബിൾ ലോങ് ബനിയൻ ആൻഡ് ലൂസ് പാൻറ്റുകൾ ഇസ് വെള്ളം വേണം. എന്താണ് റനാക്ക് ആ ഡ്രസ്സ് ഊരാൻ തോന്നുന്നില്ല അത്ര. 2 കൊല്ലം അത്രയും വെറുത്തിട്ട് ഇട്ട സാധനം ഇപ്പൊ ഊരാൻ തോന്നുന്നില്ല എന്ന് പറയുന്ന ഇനി ഇടൂലോ ആ ഡ്രസ്സ്, അതുകൊണ്ട് അവൾക്ക് ഊരാൻ തോന്നുന്നില്ല. 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് മോള് ഊരിക്കും. ഇതില് ഫുൾ അങ്ങ് മെമ്മറീസ്. ഇതുപോലെ ഞാനും എടുത്ത് വെച്ചിട്ടുണ്ട്. ഓ നിങ്ങൾ മാത്രമൊന്നുമല്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അമ്മയ്ക്ക് ഇപ്പൊ ഒരു +2 കഴിഞ്ഞിട്ടുള്ള ഒരു മകളുണ്ട്. ഡു യു ഫീൽ 50 വയസ്സ്? 50 വയസ്സായാലേ +2 കഴിഞ്ഞ മക്കളുണ്ടാവുള്ളൂ എന്ന് ആരാ പറഞ്ഞത്? എനിക്ക് 65 ഉണ്ട്. എന്തേ? അല്ലെങ്കിലും നിങ്ങളെ പോലെ കുറച്ച് മൂരാച്ചികൾക്ക് എൻ്റെ വയസ്സും എൻ്റെ രൂപവും ഒരു പ്രശ്നമാണ്. അവർക്ക് അങ്ങോട്ട് കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കണില്ല. തള്ളച്ചി ലുക്കാവണം, അങ്ങനെ ആവണം. ഒരു പെണ്ണാണെങ്കിൽ വിഷമം ഉണ്ടെങ്കിൽ ഇങ്ങനെ മോങ്ങിയിട്ടിരിക്കണം. കുറെ മക്കളുണ്ടെങ്കിൽ ഈ രൂപത്തിലായിരിക്കണം, ഇന്ന പോലെയുള്ള വസ്ത്രമായിരിക്കണം ധരിക്കേണ്ടത്, ഈ രൂപത്തിലായിരിക്കണം വസ്ത്രം ധരിക്കുന്നത്, ഇങ്ങനെ ആയിരിക്കണം സംസാരിക്കുന്നത്, ഇങ്ങനെ ആയിരിക്കണം. ഇതൊരു പ്രോട്ടോക്കോൾ ഇവർ നിശ്ചയിച്ച് വെച്ചിരിക്കുക. ഒരു പെണ്ണ് പിന്നെ വിവാഹം കഴിഞ്ഞാൽ ഇങ്ങനെ, കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെ. രണ്ടും ഒന്നാണല്ലേ? നിൽക്കണം, ഒന്ന് സംസാരിക്കട്ടെ ഞാൻ. കുട്ടികളുണ്ടായാൽ ഇങ്ങനെ, പിന്നെ കുറച്ച് തടിച്ചിരിക്കണം, ഉണ്ടയിരിക്കണം, ഇങ്ങനെ കുറേ പ്രോട്ടോക്കോളാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് ജീവിച്ചിരിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയെങ്കിലും അതിനെ നശിപ്പിച്ച് കൊന്നു കൊലവിളിച്ച് ഇല്ലാണ്ടാക്കി അവിടെ പിച്ചി ചീന്തി പറിച്ചങ്ങോട്ട് കളയണം. അത് കഴിഞ്ഞു സ്റ്റോക്ക്, അതുകൊണ്ട് ഇനിയിപ്പോൾ വീഡിയോയിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ആൻറ്റി ടർണിഷ് ജ്വല്ലറീസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ഉള്ള ഒരു കമ്മലാണ് റനക്കുട്ടി ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഓക്കെ ഗായ്സ്, നമ്മൾ വേഗം ഡ്രസ്സ് മാറ്റി. റനക്കുട്ടി വേഗം ഡ്രസ്സ് മാറ്റി പോവാം. എന്താണ്, ഞാൻ അങ്ങനെ കുറച്ചിങ്ങനെ കമൻസൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നു. ഇങ്ങനെ വൃത്തിയിൽ കിടന്നൊരു വീടായിരുന്നു. ആ വീട്ടിലെ സാധനങ്ങളെല്ലാം ഒഴിവാക്കി ക്ലീൻ ചെയ്ത് കാണിച്ചു. അങ്ങനെ ഓക്കെ, എല്ലാം സ്ത്രീകൾ മുഖ്യധാരയിൽ വരുന്നത് കൊണ്ടുള്ള പുരോഗമനമാണെന്നുണ്ട് ഹബീബ് ഖലി CG എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ നമ്മുടെ ചാനലിൽ കുറേ ഇതുപോലെയുള്ള മോശമായിട്ട് സ്ത്രീകൾക്ക് മുന്നിലേക്ക് വരുന്ന സ്ത്രീകളെക്കുറിച്ച് മോശമായ രീതിയിൽ പറഞ്ഞിട്ടുള്ള കമൻസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പെണ്ണൊരിക്കലും ഈ സമൂഹത്തിന് മുന്നിലേക്ക് വരരുത്, അവളുടെ സ്വന്തം കാലിൽ അവളുടെ മക്കളെ നോക്കി ജീവിക്കരുത്. അതിനേക്കാളും ഭേദം ഈ പെണ്ണുങ്ങൾ വല്ല പുഴയിലോ കുളത്തിലോ മക്കളെയും എറിഞ്ഞ് മരിക്കുന്നതാണ് അന്തസ്സ് എന്ന് വിചാരിക്കുന്ന കുറച്ച് അമ്മമാരൊക്കെയുണ്ട്. ഇവരുടെ വീട്ടിലുള്ള സ്ത്രീകൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് പോലും നമുക്ക് സംശയവും. കാരണം ഇവർ അടിമകളാക്കി വെക്കുന്നതിന് താല്പര്യപ്പെടുന്ന കുറച്ച് ആണുങ്ങളാണ്. അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് ഞാനൊരു മറ്റൊരു വീഡിയോ തന്നെ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. പക്ഷെ ഇപ്പം അതിനുള്ള സിറ്റുവേഷൻ കാര്യങ്ങളല്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം വിട്ടുവെച്ചിരിക്കുന്നു മോനെ ഹബീബേ. അപ്പോൾ ദേ നമ്മൾ ഇറങ്ങി പോവല്ലേ? എൻ്റെ ഷൂ എടുത്തുതരോ? പിങ്കല്ല, ഇത് ബ്ലൂ. ഷൂ ഇല്ലാണ്ട് ബൈക്കിൽ കയറാൻ പറ്റില്ല. ബൈ, കാലെത്തൂല. ഞാൻ കുറച്ച് ഹൈറ്റ് കുറവാ ഗായ്സ്, നേരിട്ട് കണ്ടവർക്ക് മനസ്സിലാവുള്ളൂ. 4 മിസ്സോ? ശരി, നിങ്ങൾ പിന്നെ മിസ് ചെയ്യും, നാളെ മിസ് ചെയ്യുക. ഇന്ന് തന്നെ എല്ലാം കൊട്ടിത്തീർക്കണ്ട. വേമ്പ. അപ്പം ഇറങ്ങട്ടെ. ഫസ്റ്റ്
ജ്വല്ലറിക്ക് പോകണം. എന്താണ്? ആ, കാത് കുത്താണ്. കാത് കുത്തിയിട്ട് ഇവളിനെ പറഞ്ഞേക്കണമെന്നാണ് അവളുടെ ആ ഒരു വിചാരം. എന്തിനാ പോണെന്ന് പറയാം, ആൾക്കറിയില്ല. വാ ഗൈസ്, ഉള്ളിൽ കാത് കുത്താ. ആ പൂതി ഞാൻ എത്ര കാത് കുത്തിയിട്ടുണ്ടെന്ന് അറിയോ? അവളുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സാധിച്ചിട്ടുണ്ട്. ഇപ്പം അതിനല്ല, എൻ്റെ ഈ മോതിരം വിൽക്കാനാ പോണത്. നാളെ ഫീസ് കൊടുക്കണ്ടേ? എവിടെ പൈസ വരുന്ന വിചാരം? നഖം വെട്ടിയിട്ടില്ല അല്ലേ? കടിച്ചിട്ട് ഞാൻ. അയ്യോ, ഇന്ന് രാത്രിയൊക്കെ നഖമൊക്കെ വെട്ടി സുന്ദരിയാക്കി കൊടുക്കണം. ശരി, പോവാം. ഓക്കെ. ആ മോതിരം വാങ്ങിത്തരാം കേട്ടോ. നിങ്ങളെല്ലാം വാങ്ങിത്തന്നു മതിയേ എനിക്ക്. വാങ്ങിത്തരാം. പോയിട്ട് വരാം. കുട്ടി നല്ല കുട്ടിയായിട്ട് അവിടെ പോയിട്ടിരിക്കണം. ഓക്കെ. എന്താണ്? അത് ട്യൂഷൻ ഫീസ് കവർ ചെയ്യാനുള്ളത് കിട്ടൂല. ബാക്കി ഒപ്പിക്കാം. കുറച്ച് ഇപ്പോൾ വലിയൊരു എമൗണ്ട് നമ്മൾ മറ്റേന് കൊടുത്തത് കൊണ്ട് ഇപ്പോൾ കുറച്ച് ടൈറ്റ് ആവും. അപ്പോൾ അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ നമ്മൾ ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ നമ്മുടെ സേവിങ്സ് ഓരോന്നായിട്ട് കൊണ്ട് വിൽക്കുന്നതായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചാർജ് കയറിയാൽ മതിയായിരുന്നു. 83%. അപ്പോൾ രാത്രി ഒന്നും കയറുന്നില്ല. ഇവർ ഓഫാക്കുക തോന്നുന്നു. അയ്യോ, ഇതെന്താ? ഓ, എൻ്റെ ഒരു മുടി. തവക്കൽത്തലല്ല. ലൈസൻസാ? നമ്പർ പ്ലേറ്റ് എന്നാണ് അതിന് പറയുക. അപ്പോൾ ഞങ്ങൾ പോവാണ്. വണ്ടി ഞാൻ പറയണേ, ഞാൻ വീണ്ടും ഹൈറ്റ് കുറയണമെന്ന് സംശയമെന്ന്. റൈനക്കുട്ടി പറയണ വണ്ടി ഹൈറ്റ് കൂടുന്നുണ്ടോയെന്ന്. കാലെത്തുന്നില്ല മൊത്തത്തിൽ. ശരി, നമ്മൾ നേരെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ജ്വല്ലറിയിലേക്ക് പോകുന്നു. എന്നിട്ട് മോതിരം വിൽക്കുന്നു. അങ്ങനെ നേരെ ആ പൈസയും കൊണ്ട് ഡ്രസ്സ് കടയിൽ പോയിട്ട് ഒരു 4 പാൻറ്റ് 4 കുർത്തി. ഓക്കെ. പിന്നെ എന്തെങ്കിലും വാങ്ങണോ? ഹെഡ്ഫോണൊക്കെ നിറയെ പൈസ ആവൂലേ? അങ്ങനെ അതേ ജ്വല്ലറിയിൽ പോയി നമ്മൾ ആ റിങ് കൊടുക്കാനായിട്ട് നിൽക്കുകയാണ്. കുറച്ച് സ്റ്റോൺസും കൂടി ഉള്ളതുകൊണ്ട് പിന്നെ അതിൻ്റെ സ്റ്റോൺ വെയ്റ്റും കൂടെ പോയി കഴിയാൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഗോൾഡ് പോലെയുള്ള സാധനങ്ങൾ നമുക്ക് നല്ല യൂസ്ഫുൾ ആവുന്നത് നമ്മുടെ ഇതുപോലെയുള്ള സിറ്റുവേഷൻസിലാണ്. അങ്ങനെ അതേ അത് കൊടുത്തിട്ട് നമുക്ക് ഒരു 15,000 രൂപയോളമാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 15,000 തികച്ചില്ല. പിന്നെ അങ്ങനെ അതേ അവിടെ നിന്ന് ആ പൈസയായിട്ട് നമ്മൾ നേരെ റൺകുട്ടിക്ക് ഡ്രസ്സ് എടുക്കാനാണ് പോകുന്നത്. ഈ പൈസ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഈ പൈസ അവിടെ നാളെ മലപ്പുറം പോയിട്ട് അവിടെ ഫീസ് കൊടുക്കാനുള്ളതാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് എൻ്റെ ആങ്ങളയുടെ ഷോപ്പിലേക്കാണ് കേട്ടോ. ചെറിയ വിലക്ക് സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പാണ്. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. എൻ്റെ ഉപ്പ ഉള്ള സമയത്ത് ഇവിടെ ബുക്ക് സ്റ്റാളായിരുന്നു ഉപ്പാൻ്റെ. ഇപ്പോൾ ഉപ്പല്ല. പിന്നെ ഇതേ റനക്കുട്ടിക്ക് ആകെ 2 ബനിയനും 2 പാൻറ്റും മാത്രമേ അവൾ എടുത്തിട്ടുള്ളൂ. പിന്നെ അപ്പുറത്ത് ഫാൻസി ഷോപ്പുണ്ട്, അതും ആങ്ങളുടെ തന്നെയാണ്. അവിടെ നിന്ന് കുറച്ച് ഷാമ്പൂ, പിന്നെ ഹെയർ ബാൻഡ്, ഹെയർ ക്ലിപ്സ്, അതുപോലെയുള്ള കുറച്ച് സാധനം, അധികമൊന്നുമില്ല. മൊത്തം എല്ലാം കൂടി ഒരു 1,650 രൂപയ്ക്ക് ഡ്രസ്സും ഇതും കൂടെ അവൾ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് എനിക്ക് ഹെയർ ബാൻഡ് വേണമെന്ന് ചോദിക്കാൻ കേട്ടോ, കുട്ടികൾ വെക്കുന്ന പോലത്തെ. പിന്നെ അതിന് ശേഷം അവൾക്ക് ബക്കറ്റും മഗ്ഗും വേണമായിരുന്നു. അതും പോയിട്ട് വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങി. പിന്നെ ചെരുപ്പും ബാത്റൂമിൽ ഇടാനും വേണ്ടിയിട്ട് വേണമായിരുന്നു, അതും എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ചെറിയ ബക്കറ്റാണ് എടുത്തത്. ട്രോളിയിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന പോലെ, ഞങ്ങൾ ബസ്സിലല്ലേ പോകുന്നത്, അതിനനുസരിച്ച് കൊണ്ടുപോകണ്ടേ. അയ്യോ, എൻ്റെ ചെരുപ്പ് ഔട്ട്ഫിറ്റ് തീരെ മാച്ചില്ലാണ്ടായല്ലോ അല്ലേ? അതാ അങ്ങനെ കരയണോ? ഇഷ്ടപ്പെട്ടില്ലേ ഹെയർ ബാൻഡ്? പിന്നെന്താ വേണ്ടത് കുട്ടിക്ക്? എന്താ വേണ്ടത്? ദീദി ഹോസ്റ്റലിലേക്ക് പോവാണ്. ദീദിനെ പറഞ്ഞു വിടാണ് ഇവിടെ നിന്ന്. അതിനാണ് ഇതൊക്കെ കൊടുക്കുന്നത്. ദീദി പോണ സങ്കടാണ്. ദീദി പോണ സങ്കടാണ്.
ഇല്ലല്ല അതൊക്കെ ഞാൻ കട്ട് ചെയ്യാം. ബസ്സിലൊക്കെ എങ്ങനെ കയറും? അതൊരു വിഷയമാണ്. പക്ഷേ ഇതിപ്പോൾ ഈ ബക്കറ്റൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു പെട്ടി വേണം. മലപ്പുറം. ഞാൻ അവിടെ തുറക്കും. അവിടെ തുറക്കും. അറിയില്ല അവർ തരും. എനിക്ക് ഡ്രസ്സല്ലേ വേണ്ടത്? ഈ ഡ്രസ്സ് വേണം. ഇതാ എല്ലോ എന്താ മാറി മാറി മാറി. നാളെ നമ്മൾ ബസ്സിലാണ് പോകാൻ ഉള്ളൊരു പ്ലാൻ. ബിക്കോസ് ഐ ഹാവ് നോ. അമ്മ ഞാൻ പറഞ്ഞ കേട്ടാ? ഞാൻ പറഞ്ഞ കേട്ടില്ലല്ലോ. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കേൾക്കും. ഐ ഹാവ് ഉള്ളതല്ലേ പറഞ്ഞു. വെറുതെ ഒരു രസം. അമ്മ ഫാൻസി ആയിട്ട് ഞാൻ പെട്ടിലിടാമേ. ഫാൻസി ആയിട്ട് എന്താ കാര്യം പറയട്ടെ. 30 ദിവസം പോയി ഞാൻ പോയിട്ടുള്ളത് അമ്മയൊക്കെ ഏറ്റവും കൂടുതൽ അറിയില്ല. ഇതുവരെ ഞാൻ വണ്ടി ഇങ്ങനെ ഓടിച്ചിട്ടേ ഇല്ല. എൻ്റെ അമ്മയ്ക്ക് ഡിപ്രഷൻ അടിക്കുമ്പോൾ ഗൈസ്. അയ്യോ ഇതിനെ അമ്മ എന്ത് ചെയ്തിടും? കെട്ടുന്നില്ലെന്നല്ലേ പറഞ്ഞത്? അല്ല പറയാ ഞാൻ കെട്ടുന്നാന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ സ്ട്രോക്ക്. ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റെനക്കുട്ടി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്നെ എത്ര മിസ് ചെയ്യും എന്നിട്ട് ഞാൻ അവളോടൊന്നും കാണിക്കുന്നൊന്നുമില്ല. എനിക്ക് നല്ലോണം ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു വല്ലാത്തൊരു ഇങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് എന്തോ പിടിച്ചു വാങ്ങിയിട്ട് പോണ പോലെയുള്ളൊരു ഫീല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം പാക്ക് ചെയ്തതിന് ശേഷം ഞാൻ പൈസകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇപ്രാവശ്യം മക്കൾക്ക് എൻ്റെ സൈഡിൽ നിന്ന് ഡ്രസ്സ് കാര്യങ്ങളൊന്നും എടുത്തില്ല. ആ പൈസയൊക്കെ സേവ് ചെയ്ത്, എനിക്കറിയാം ഞാൻ കുറേ കാലമായിട്ട് എൻ്റെ ഉള്ളിൽ വലിയൊരു പേടിയായിരുന്നു റെനക്കുട്ടിയുടെ എഡ്യൂക്കേഷനും അവളുടെ ഫണ്ടും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് കേട്ടോ. എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഞാനിങ്ങനെ നോക്കിയത്. ഇച്ചു ബേബി കുറേ പ്രാവശ്യം എന്നെ വിളിക്കുമ്പോഴും ഞാനത് ശ്രദ്ധിക്കുന്നില്ല. എൻ്റെ തലയിൽ എന്തൊക്കെയോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ കുറേ പേര് ആലോചിക്കുമ്പോൾ എന്തിനാണ് എല്ലാ ബാധ്യതയും എടുത്തിട്ട് തലയെല്ലാം എടുത്തിട്ട് വലിയ ആളാവാൻ നോക്കുന്നതൊന്നല്ല. ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ ഏറ്റെടുക്കേണ്ട ബാധ്യതകൾ ഏറ്റെടുക്കാതാവുമ്പോൾ ഗതി കെട്ടിട്ട് നമ്മൾ ആ ഒരു സ്ഥാനത്തേക്ക് വന്ന് നിൽക്കൂലേ, ആ ഒരു അവസ്ഥയാണ് കേട്ടോ എൻ്റേത് എന്ന് പറയുമ്പോൾ. ഇന്നലെ ഞാനിട്ട വീഡിയോയിൽ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളാരും ഉദ്ദേശിക്കുന്ന പോലെയല്ല എൻ്റെയും എൻ്റെ മക്കളുടെ ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ ദേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 10 രൂപ 20 രൂപ വരെ എല്ലാം ഇതുപോലെ ഇങ്ങനെ ആക്കി എടുത്ത് വെക്കും. പിന്നെ ബെഡ്, പില്ലോ അതുപോലെയുള്ള സാധനങ്ങൾ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും. എക്സ്ട്രാ ഫണ്ട് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാറ്റിനും കൂടെ പൈസ റെഡിയാക്കി വെച്ചു. പിന്നെ ഫീസിൻ്റെ കാര്യം, പിന്നെ ഹോസ്റ്റൽ ഫീ വേറെ, അങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്തായാലും അവൾക്ക് നീറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് ക്വാളിഫൈ ആയി കിട്ടണം. അത് മാത്രമാണ് ഇപ്പോൾ മനസ്സിലുള്ള ആകെയുള്ളൊരു പ്രാർത്ഥന. അത്യാവശ്യം പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താ അറിയില്ല, ഭയങ്കര ടെൻഷനും കിളി പോയ പോലെ എന്നൊക്കെ പറയില്ല, അതുപോലെയായിരുന്നു. ബൈക്കിൽ പോകുമ്പോഴൊക്കെ ഭയങ്കര കൈ വിറയ്ക്കലും. അവളിങ്ങനെ പറയണം, അമ്മ ഇന്ന് ഭയങ്കര മോശമായിട്ടാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്, പേടിയാവണോ എന്നൊക്കെ. എൻ്റെ കൺട്രോളൊക്കെ പോണ പോലെ ഉണ്ടായിരുന്നു. എന്താ അറിയില്ല, എനിക്ക് ഞാൻ എത്ര ഒറ്റയ്ക്കാണെങ്കിലും ഒരിക്കലും എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. എൻ്റെ റെനക്കുട്ടി എന്നെ അത്രയും കെയർ ചെയ്ത് ഓരോ കാര്യങ്ങളും നോക്കിക്കൊണ്ട് പോകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അണ്ണാൻ്റെ കടയിൽ പോയ സമയത്ത് അവിടെ നിന്ന് ടോഫി എന്തോ ചോദിക്കുമ്പോഴേക്കും കുറേ ആൾക്കാരൊക്കെ നിൽക്കണം. എനിക്ക് കണ്ണൊക്കെ കലങ്ങി. എനിക്കിഷ്ടമല്ല ആരുടെ മുമ്പിൽ ഇങ്ങനെ കരഞ്ഞ് കാണിക്കാൻ. കണ്ണൊക്കെ നിറഞ്ഞ് ഞാൻ വേഗം അവിടെ നിന്ന് മാറി. അപ്പോഴേക്കും അവൻ റനാന്ത് ആക്ഷൻ കാണിച്ചു, ഇങ്ങനെ കരയുണ്ട് എന്നുണ്ട്. അപ്പോഴേക്കും ഇവളിങ്ങോട്ട് നോക്കി വീണ്ടും മൊത്തം കൺട്രോൾ പോയി. എന്തോ ഭയങ്കര സങ്കടം. ഒരു
ശരിക്കും ഒറ്റയ്ക്കാവുന്നു എന്നുള്ള ഫീൽ. കാരണം വീട്ടിലിപ്പോൾ എന്താണെങ്കിലും റന ഇതന്നെ ഞാൻ ഫുൾ ടൈം വിളിക്കുക. അപ്പോൾ അവൾക്ക് ചില സമയം ദേഷ്യം വരും. ഒന്ന് ഹയാനെ വിളിച്ചിട്ട് പറഞ്ഞൂടെ, ഏത് സമയം ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനുള്ളൂ ഇവിടുത്തെ മകള്, അവൻ്റെ അടുത്തും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞൂടെ, അവനെ മാത്രം ഒന്നും ചെയ്യിപ്പിക്കില്ല, അവനോട് മാത്രം ഒന്നും പറയില്ല, അവന് മാത്രം നല്ല സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അറിഞ്ഞൂടാ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെയൊക്കെയാണ് പോവാന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ നാളെ രാവിലെ, അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞങ്ങൾ മലപ്പുറത്ത് എത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അങ്ങനെ അവളെ ആക്കിയിട്ട് ഒറ്റയ്ക്ക് ഞാൻ തിരിച്ചു വരും. ബസ്സിലാണ് പോകുന്നത്. അവിടെ നിന്ന് ബസ് എനിക്കറിയില്ല ഏത് ബസ്സാണ്, എങ്ങനെയാണ് പോകേണ്ടത് ഒന്നും അറിയില്ല. രാവിലെ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ നാളെ പ്രധാനമന്ത്രി വരുന്നതുകൊണ്ട് റോഡൊക്കെ ബ്ലോക്കായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ രാവിലെ ഓട്ടോ കിട്ടുമെന്നൊന്നും അറിയില്ല ബസ് സ്റ്റാൻഡിലേക്ക്. അപ്പോൾ രാവിലെ ഓട്ടോയിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോയി അവിടെ നിന്ന് ഈ പെട്ടിയും വെച്ചിട്ട് അങ്ങനെ കയറുന്നൊന്നും അറിയില്ല, പക്ഷെ നോക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ അവിടെ നിന്ന് മലപ്പുറം ഏതോ ഒരു സ്റ്റോപ്പ് പറഞ്ഞു. അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇൻകലോ അങ്ങനെ എന്തോ ഒരു സ്ഥലം, അവിടെയാണ് ക്യാമ്പസ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ നാനക്കുട്ടീനെ അവിടെ വിട്ടിട്ട് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് തിരിച്ചു വരും. എനിക്ക് തോന്നി ഇനി എപ്പോഴും ഞാനുണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ തോന്നും ഭയങ്കര ധൈര്യമാണ് ഇവള്, അഹങ്കാരിയാണ് അങ്ങനെ എന്നൊക്കെ തോന്നുമ്പോഴും അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടൊന്നും ശീലമില്ല. എനിക്ക് ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഒറ്റയ്ക്കാണ്, പിന്നെ എന്തിനാണ് ഞാൻ എപ്പോഴും ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യണം അല്ലെങ്കിൽ അറിഞ്ഞെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ ആലോചിക്കുന്നത്. അതന്നെ ഏറ്റവും വലിയ വെട്ടിത്തരമല്ലേ. അപ്പോൾ നാളെ ഒറ്റയ്ക്ക് തിരിച്ചു വരണം, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണം. കുറേ കാലത്തെ ആഗ്രഹമാണ് ഒറ്റയ്ക്ക് ആരും ഇല്ലാതെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് കരയാനുള്ളതൊക്കെ കരഞ്ഞ് തീർത്ത് ആ യാത്രയിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ടാവും. എനിക്ക് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു ഫാക്റ്റ്. പിന്നെ എന്നെ പഠിച്ച തമ്പുരാനും. നമ്മൾ കൂടുതൽ ആരിൽ പ്രതീക്ഷ വയ്ക്കുന്നു അവരെ വെച്ച് പഠിച്ചോൻ നമ്മളെ പരീക്ഷിക്കുന്നതാണ്. പഠിച്ചോനല്ലാതെ നമ്മൾ തവക്കൽ ആരിലും ഏൽപ്പിക്കാൻ പാടില്ല ഒരു പടപ്പിനും. അത് നമ്മുടെ സ്വന്തം വാപ്പാനോടാണെങ്കിലും ശരി, മക്കളോടാണെങ്കിലും ശരി, ഇനി ഭർത്താവിനോടാണെങ്കിലും ശരി. അങ്ങനെ നമ്മൾ അവരെ ആശ്രയിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ കൊണ്ടായിരിക്കും റബ്ബ് നമ്മളെ പരീക്ഷിക്കാമെന്ന് പഠിച്ചോൻ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. സോ ഞാനിപ്പോൾ റനക്കുട്ടീനെയും അങ്ങനെ ആശ്രയിക്കുന്നില്ല. കാരണം അവളെ കൊണ്ടും എനിക്കൊരു പരീക്ഷണവും പഠിച്ചോൻ എനിക്ക് തരരുത്. അവളെ നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവളിൽ നിന്ന് എന്തെങ്കിലും വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടാണെങ്കിലും. സോ നാളത്തെ ഒരു യാത്ര, എൻ്റെ ഒറ്റയ്ക്കുള്ള യാത്രയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഉണ്ടാവും. ഈ ചുവപ്പി വെറുതെ ഒരു കാര്യമില്ലാതെ കൊഞ്ചൽ കുറച്ച് കൂടുതലാണ് ഇപ്പോൾ. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ വേണ്ടമ്മ അമ്മി ഇതൊന്ന് പറയട്ടെ, ഉണ്ടാവും എന്ന് വിചാരിക്കാതെ ആരും നമ്മളെ ഒന്നും ഹെൽപ്പ് ചെയ്യാൻ വരൂല. നമ്മുടെ അവർക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കിട്ടണം എങ്കിലേ ആരെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ഉണ്ടാവുള്ളൂ. അപ്പോൾ ആരിൽ നിന്നും ഒരു ഹെൽപ്പ് നമുക്ക് വേണ്ട. നമ്മൾ ഓൾവേസ് ജനിച്ചതും ഒറ്റയ്ക്കാണ്, മരിച്ച് ഖബറിലേക്ക് കിടക്കാൻ പോകുന്നതും ഒറ്റയ്ക്കാണ്. അതിൻ്റെ ഇടയിലുള്ള യാത്രയിൽ ശരി, ഞാൻ പൂട്ടിയിട്ടില്ലടാ സ്വത്തെ. അങ്ങനെ അതിൻ്റെ ഇടയിലുള്ള യാത്രയിൽ ആരെങ്കിലുമൊക്കെ കയറി വരുന്നതും പോണതും എല്ലാം അതിൻ്റെ ആ ഒരു ഫ്ലോയിൽ നടക്കും. ഇൻഷാ അല്ലാഹ് നമ്മളെ മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ടുള്ള ജീവിതം ഉണ്ടെങ്കിൽ പഠിച്ചവൻ എവിടെയും തളർത്തൂല, വീഴ്ത്തൂല നമ്മളല്ലേ. എൻ്റെ അവസാന അമ്മിപ്പാവാണ്. എൻ്റെ അവസാന കാലഘട്ടത്തിൽ കുറച്ച് ദിവസമെങ്കിലും ഈ അവസാനം ഉണ്ടായ കുട്ടി കൂടെ ഉണ്ടാവും അല്ലേ? അമ്മേൻ്റെ കൂടെ ഉണ്ടാവാ? ഹലോ, love you. Okay, bye.